വിഴിഞ്ഞത്തെ ബോട്ട് അപകടങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ വൈകിയെന്ന് മത്സ്യത്തൊഴിലാളികൾ. മന്ത്രി CP ജോൺ സ്ഥലത്തെത്തിയ ശേഷം മാത്രമാണ് പ്രതീക്ഷാ ആംബുലൻസ് കടലിൽ പോകാൻ നടപടിയുണ്ടായത് എന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. അതേസമയം ഹെലികോപ്റ്റർ സർവീസും തിരച്ചിലിന് ഉപയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. 2 മത്സ്യത്തൊഴിലാളികളെ കൂടി കണ്ടെത്താനുണ്ടെന്ന് CP ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. 8 പേരാണ് നമ്മുടെ പേര് കിട്ടിയിട്ടുള്ളത്. അതിൽ 6 പേരെ റെസ്ക്യൂ ചെയ്തു. 2 പേരെയും കൂടെ എടുക്കണം. ഇപ്പം നേവിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മത്സ്യത്തൊഴിലാളികൾ പുറം കടലിൽ പോയിട്ടുണ്ടോ, എത്താനായിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ വരാനുണ്ട്. അതിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഹെലികോപ്റ്ററിനുള്ള മൂവ് ചെയ്യുന്നുണ്ട്, നേവിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. കളക്ടർ അവിടെ കൺട്രോൾ റൂമിൽ ഇരിക്കുകയാണ്. ഞാൻ കളക്ടറോട് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. കാരണം അവിടെ ഇരുന്ന് അവർ കോർഡിനേറ്റ് ചെയ്യുകയാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, അപകടങ്ങളുടെ ഒരു തുടർക്കഥയാണ് മുതലപ്പുഴി എന്ന് പറയുന്നത്. 8 പേരെയാണ് കാണാതായിരിക്കുന്നത്. അതിൽ 6 പേരെ കണ്ടെത്തിയിരിക്കുന്നു. 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അധികാരികൾ സ്ഥലത്ത് വന്നാൽ മാത്രമേ അതിനൊരു റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. മാധു, ഈ ഫിഷറീസ് വകുപ്പിന്റെ സിസ്റ്റം പൂർണ്ണമായിട്ടും തകരാറിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ അപകടങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രതീക്ഷ ആംബുലൻസ് ആണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർ പുറം കടലിൽ അപകടപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്താനാണ് അതിവേഗം ഇവിടെ നിന്ന് പുറപ്പെടേണ്ടുന്ന ഒരു ബോട്ടാണ്. ഈ സംവിധാനം തകരാറിലായിട്ട് 6 മാസമാകുന്നു. പല ആവർത്തി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഇവിടെ ഇപ്പോൾ മിനിസ്റ്റർ CP ജോൺ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഫ്യുവൽ നിറച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി അപകടപ്പെട്ടിട്ടും ഇതുവരെയും പുറംകടലിലേക്ക് പ്രതീക്ഷ ആംബുലൻസ് പോയിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ ഫ്യുവൽ നിറച്ചതിന് ശേഷം മാത്രമേ ഇനി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GPS-ന്റെയും സാറ്റലൈറ്റ് സംവിധാനങ്ങളടക്കം തകരാറിലായി. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ രംഗത്ത് വന്നതാണ്. നിലവിൽ മുതലപ്പുഴയ്ക്കപ്പുറം വിഴിഞ്ഞത്ത് നിന്നും ഒട്ടനവധി മരക്കട്ടകളിലൊക്കെ പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്. പലരുടെയും ഈ ചെറുവള്ളങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഇല്ലാതെ തീരത്തെത്തിയ ഒരു അവസ്ഥയുണ്ട്. വലിയ ആശങ്കയിലാണ് തീരപ്രദേശം. പ്രത്യേകിച്ച് വിഴിഞ്ഞത്ത് നിന്നും ഇന്നലെ അടിമലത്തുറ ഭാഗത്ത് അപകടപ്പെട്ടതിൽ ജോണി എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് ശംഖുമുഖത്ത് അപകടപ്പെട്ടതിൽ 4 പേരും മറ്റൊരു വള്ളത്തിൽ കയറി നിൽക്കേണ്ടുന്ന അവസ്ഥ. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിലും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് പോകുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയെ ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോഴാണ് മന്ത്രി CP ജോണും സ്ഥലം MLA കൂടിയായിട്ടുള്ള M. വിൻസെന്റ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം വൈകുന്നുണ്ട് എന്നുള്ള വലിയ ആരോപണം ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് ഇവിടെ? നിലവിലെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധിച്ച കുറച്ച് വള്ളക്കാർ അതുപോലെ കുറച്ച് മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ കൊണ്ടുവന്ന നമ്മുടെ ഇതിൻ്റെ കോസ്റ്റ് ഒരു 3, അതായത് അപകടത്തിൽ പെട്ടുകിടന്ന 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണക്ക് നമുക്കൊന്നും കറക്റ്റായിട്ട് പറയാറായിട്ടില്ല. കാരണം എന്താണെന്ന് പറയുക, ഇതൊരു സീസൺ ടൈമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വിഴിഞ്ഞ സീസണാണ്. അപ്പോൾ ഏകദേശം 24 ഗ്രാമത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുന്നത് നമ്മുടെ വിഴിഞ്ഞത്താണ്. അപ്പോൾ ഇപ്പോൾ അറിവിലുള്ള വള്ളക്കാർ ഇങ്ങനെ വള്ളം മാത്രമായിട്ട് ഒഴുകി പോകുന്നതായിട്ടും പല തീരദേശത്ത് അടിച്ചു കയറിയതായിട്ടും റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള ആൾക്കാർ എവിടെയാണ് എന്ന് ഒന്നും തന്നെ നമുക്ക് പറയാറായിട്ടില്ല. ഇനി ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. വിഴിഞ്ഞത്തുകാരാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്ന് ഇവിടെ വന്ന് തന്നെ റിപ്പോർട്ട് തരുമായിരുന്നു. പക്ഷെ വേറെ ഈ പറയുന്നത് പോലെ 5 തെങ്ങ് അതുപോലെ തമിഴ്നാട് പട്ടണം വരെയുള്ള വള്ളക്കാരൊക്കെ പണിക്ക് പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം ആൾക്കാരാണ് കാണാതായിട്ടുള്ളത്? ഇനി അവരുടെ വീട്ടിലുള്ള ആൾക്കാർ, അതായത് ഈ പണിക്ക് പോയ ആൾക്കാർ അവരുടെ വീട്ടിലോട്ട് മടങ്ങി പോകാതെ വശം ഇവിടെ വന്ന് കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ കണക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അത് ഇന്നലെയാണ് മുതലപ്പുഴയിൽ ആ രാത്രിയോട് കൂടിയാണ് അപകടം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഭാഗത്ത് 3 മത്സ്യത്തൊഴിലാളികൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അവരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം മുന്നിലുണ്ട്. വിഴിഞ്ഞം അടക്കമുള്ള ഈ പ്രദേശങ്ങളിൽ ഇതുവരെയും ഈ രക്ഷാപ്രവർത്തനം എന്തുകൊണ്ട് വൈകി എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നു. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇതുവരെ നടത്താത്തതിന്റെ വലിയ രോക്ഷം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള CP ജോണാണ് ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരസ്യമായിട്ടുള്ള ആക്ഷേപം മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുണ്ട്. ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുകയാണോ മന്ത്രി എന്നുള്ള ചോദ്യമാണ് നിലവിൽ അവശേഷിക്കുന്നത്. ജോൺസൺ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ രക്ഷാപ്രവർത്തനമുള്ള ബോട്ടുകൾ അതൊക്കെ തകരാറിലായിട്ട് എന്തുകൊണ്ടാണ് ഈ ഇടപെടൽ വൈകുന്നത്? അതെ, കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഏകദേശം എത്രയോ കോടി രൂപ മുടക്കിയാണ് പ്രതീക്ഷ എന്നൊരു ബോട്ട് ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ പ്രതീക്ഷ എന്നൊരു ബോട്ട് പ്രതീക്ഷ അറ്റ രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ കാണുന്നത്.
കാരണം ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും ഇതുവരെയായിട്ടും ഈ ഒരു ബോട്ട് ഈ ഹാർബറിന്റെ വെളിയിലോട്ട് പോകാൻ പറ്റുന്ന രീതിയിലല്ല, സാഹചര്യമല്ല. അത്രമാത്രം മോശമാണ് ഈ പറയുന്ന ഈ ഒരു സമയം പ്രതീക്ഷ എന്നൊരു ബോട്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 2 ബോട്ട് വാടകയ്ക്ക് എടുത്താണ് ഈ സീസൺ സമയത്ത് റെസ്ക്യൂ നടത്തിക്കൊണ്ടിരുന്നത്. ആ ബോട്ടാണ് അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഇപ്പോൾ ഹാർബറിന്റെ വെളിയിലോട്ട് പോവുകയും ഏകദേശം 3ഓളം പേരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോഴും പല വള്ളങ്ങളവിടെ മറിഞ്ഞു കിടക്കുന്നതായിട്ട് മത്സ്യത്തൊഴിലാളികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇതുവരെയായിട്ടും നമ്മുടെ LDF സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു പ്രതീക്ഷ എന്നൊരു ബോട്ട് ഇപ്പോഴും കെട്ടിൽ തന്നെയാണ്. അതിനെ ഒരു ബാധ്യതയായിട്ട് മാറി. ഇപ്പോഴും ഏകദേശം എത്ര ലിറ്റർ ഡീസലാണ് ഇപ്പോൾ ഇതിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു ഡോക്ടറും മറ്റ് സേവനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. മാസം ശമ്പളവും മറ്റുകളെല്ലാം സർക്കാരിന്റെ ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യങ്ങൾ ഒന്നടങ്കം പറയുകയാണ്, ദയവ് ചെയ്ത് ഈ പ്രതീക്ഷ എന്നൊരു ബോട്ട് ഈ ജെട്ടിയിൽ നിന്ന് മാറ്റിത്തരണം. ഇത് മത്സ്യത്തൊഴിലാളികൾക്കെങ്കിലും ഇവിടെ വള്ളവും വലയും വെച്ച് ജോലി ചെയ്യുന്ന രീതിയിൽ ഇതിനാക്കി തരണമെന്നൊരു റിക്വസ്റ്റാണ് സർക്കാരിനോട് പറയാനുള്ളത്. നിലവിലും അത് ഈ പൂന്തറയിൽ നിന്ന് 6 മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. എന്തായാലും മറൈൻ എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസൊക്കെ സംയുക്തമായി ഇറങ്ങുന്നു. ഒരു ഭാഗത്ത് മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേവിയുടെ സഹായം കൂടി തേടും. ഹെലികോപ്റ്റർ അടക്കമുള്ള സർവീസുകൾ ഈ ഭാഗത്തേക്ക് വിഴിഞ്ഞം ഭാഗത്തേക്ക് തെരച്ചിലുമായി ബന്ധപ്പെട്ട് എത്തുമെന്നാണ്. നമുക്കിപ്പോൾ സ്ഥലത്തിപ്പോൾ വിൻസെന്റ് MLA അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. MLA ഇപ്പോൾ ധാരാളം പേർ എത്താനുണ്ട് എന്നുള്ളൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നു. നിലവിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം 2 പേരാണ് കണ്ടെത്താനുള്ളത്. അല്ല, ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 8ഓളം പേരെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 8ഓളം പേരുണ്ട്. ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്ഥലത്തു നിന്നും എത്ര പേരാണ് പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കണക്കെടുക്കുകയാണ്. ആ പോയിട്ടുള്ളതിൽ എത്ര പേരാണ് മടങ്ങി വന്നിട്ടുള്ളത് എന്നൊരു 12 മണിയോട് കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിന്നിട്ട് തന്നെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയെയും കളക്ടറെയും എല്ലാം ബന്ധപ്പെട്ടിട്ട് ഒരു ഏരിയൽ സെർച്ചിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുക. അപ്പോൾ അതിന് കോസ്റ്റ് ഗാർഡിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശരി, വിൻസെന്റ് പ്രതികരണമാണ് കണ്ടത്. ഈ മുതലപ്പുഴയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 8 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. അവരിൽ 6 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 2 പേരെ ഇനിയും തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ മുഴുവനായി അവിടെ നിന്ന് പോയ ബോട്ടുകൾ പലതും ഈ ചെറിയ വള്ളങ്ങളടക്കം മത്സ്യത്തൊഴിലാളികൾ ഇല്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട്. 8 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിൻസെന്റ് അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഹെലികോപ്റ്റർ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി ഉറപ്പു നൽകുന്നത്.